ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 45-46 വാക്യങ്ങൾ. പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹ ആക്കി തീർത്തു എന്ന് അവരോട് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുന്നു. ഒരു പെസഹ പെരുന്നാളിൻ്റെ സമയം. 10,000-കണക്കിന് യഹൂദന്മാർ യഹൂദയിൽ നിന്നും ഗലീലയിൽ നിന്നും ജോർദാൻ കടന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ മറ്റെല്ലായിടത്തു നിന്നും ആ ദേവാലയത്തിൽ വന്നിരിക്കുന്ന സമയം. ആ ജനാവലിയുടെ മധ്യത്തിലേക്കാണ് കർത്താവ് ഒരു കഴുതയുടെ പുറത്ത് ആളുകളാൽ ഓശാന പാടി അവർ അവനെ ആ ആലയത്തിലേക്ക് ആനയിക്കുന്നത്. നമുക്കറിയാം, ആ സമയം യഹൂദന്മാർക്ക് പെസഹായ്ക്കായി ഒരു ആട്ടിൻകുട്ടിയെ അവർക്ക് വേണം. ആട്ടിൻകുട്ടിയെ വാങ്ങിക്കുവാൻ കഴിവില്ലാത്തവർക്ക് കുറുപ്രാവിനെയോ അങ്ങനെ യാഗം കഴിക്കുവാനായി അവർക്ക് വേണ്ട യാഗമൃഗത്തെ വാങ്ങിക്കുവാനുള്ള തിക്കിലും തിരക്കിലുമാണ്. വീഞ്ഞും എണ്ണയും ഉപ്പും അങ്ങനെ യാഗത്തിന് വേണ്ട ആവശ്യത്തിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും വിൽക്കുന്ന ഒരു സ്ഥലമായി ആ പരിശുദ്ധ ദേവാലയം ആ പെസഹായുടെ പെരുന്നാളിൻ്റെ സമയങ്ങളിൽ മാറിയിരിക്കുന്നത് കണ്ട് ക്രിസ്തു അരിശപ്പെടുകയാണ്. നമുക്കറിയാം, റോമൻ നാണയങ്ങൾ ആലയ നികുതി കൊടുക്കുവാനായി ഷേക്കിലാക്കി മാറ്റേണ്ടതും അവർക്കുണ്ട്. പണം മാറ്റുന്നവർ തങ്ങൾക്കും മഹാപുരോഹിതനും കുടുംബത്തിനും ലാഭമുണ്ടാക്കുന്ന വിധത്തിൽ അന്യായമായ പണം യഹൂദന്മാരിൽ നിന്ന് പിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ദൈവം വസിക്കേണ്ട ഭവനം, ദൈവത്തിൻ്റെ ആലയം മൃഗ അവശിഷ്ടങ്ങളാലും വിലപേശുന്ന കച്ചവടക്കാരാലും ഭക്തനിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന പിരിവുകാരാലും നിറഞ്ഞിരിക്കുന്ന ഒരു സമയം. അപ്പോഴാണ് കർത്താവ് അവിടെ ചെന്ന് ആ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങുന്നത്. കർത്താവ് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, എൻ്റെ ആലയം, ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന്. ദൈവമേ, നമ്മളായിരിക്കുന്ന നമ്മുടെ ഭവനം, നമ്മളായിരിക്കുന്ന ദേവാലയം, നമ്മളായിരിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലവും നമ്മുടെ കൃഷിയിടവും അങ്ങനെ നമ്മൾ പണിയെടുക്കുന്ന, നമ്മൾ അധ്വാനിക്കുന്ന, നമ്മുടെ കുടുംബത്തെ പോറ്റുന്ന, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ നടത്തുന്ന ഓരോ സ്ഥലവും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് ഒരു പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ്, ദൈവത്തിന് നന്ദി കരയറ്റുവാനുള്ള സ്ഥലമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന് നന്ദി കരയറ്റുവാനും ദൈവത്തിന് പുകഴ്ച കൊടുക്കുവാനും അവനോടൊപ്പം ഇരുന്ന് നമ്മുടെ ചുണ്ടുകളിൽ നിന്നും വരുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ അവൻ കേൾക്കുവാനും അവൻ നമുക്ക് ഉത്തരമരുളുവാനും ഇടയാകുന്ന വിധത്തിൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ ആക്കി തീർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.